ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഹെൽത്ത് ഡ്രിങ്കാണ്, ബദാം മിൽക്ക്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1/4 കപ്പ് ബദാം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് കാരണം നമുക്കിതിൻ്റെ സ്കിൻ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. മുഴുവൻ ബദാമും അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് 3 ഏലക്കായും 1/4 കപ്പ് പാലൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബദാം മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഇത് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാല് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറും ഫ്ലേവറും മണവും കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. വീണ്ടും തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ബദാം കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 4 മിനിറ്റ് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ സാഫ്രോണിന്റെ കളറൊക്കെ പാലിലേക്ക് നന്നായിട്ട് ഇറങ്ങുകയും ബദാം നന്നായിട്ട് കുക്ക് ആവുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത ബദാമും സാഫ്രോണും ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈസി ആയിട്ടുള്ള ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.